മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഫലപ്രദമായിട്ട് ഉയർത്തിപ്പിടിക്കാനും ആ രാഷ്ട്രീയവും ആ പ്രത്യശാസ്ത്രവും കൈകാര്യം ചെയ്യാനും കോൺഗ്രസിനാവുന്നില്ല എന്ന ദുരന്തം കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്ന മൃദു ഹിന്ദുത്വ നിലപാട്, ആ നിലപാട് ഏതിലേക്കാണ് എവിടേക്കാണ് എത്തിക്കുക എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് ഓരോ ദിവസം കഴിയുന്തോറും വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ കൃത്യമായിട്ട് മുഹൂർത്തം നോക്കി ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുതിർന്ന നേതാവായിരുന്ന ശ്രീ കെ കരുണാകരൻ്റെ മകൾ BJP-യിൽ ചേരുകയാണ് എന്നാണ് വാർത്ത. 5 മണിക്ക് AK ആന്റണിയുടെ മകൻ ഇതിനകം തന്നെ BJP-യിൽ ചേരുകയും പത്തനംതിട്ട സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തിരിക്കുകയാണ്. ഇതൊന്നോ രണ്ടോ ഒന്നുമല്ല. ടോം വടക്കൻ AICC വക്താവായിരുന്നു, BJP-യിൽ ചേർന്നു. C. രഘുനാഥ് കോൺഗ്രസിൻ്റെ DCC വൈസ് പ്രസിഡന്റ്, ഇപ്പോഴും ധർമ്മട സ്ഥാനാർത്ഥിയായി മാറിയിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. ധർമ്മടത്തെ സ്ഥാനാർത്ഥിയാണ്. AP അബ്ദുള്ളക്കുട്ടിയെ പറ്റി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, മുൻ MLA ആണ്, BJP-യുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്. ഡോക്ടർ KS രാധാകൃഷ്ണൻ PSC മെമ്പറായിരുന്നു. ഡോക്ടർ M. അബ്ദുൽ സലാം മുൻ കാലിക്കറ്റ് VCI. രാമൻ നായർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. KK നാരായണൻ കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി. പന്തളം സുധാകരൻ്റെ അനുജൻ പ്രതാപൻ. OBC കോൺഗ്രസ് സംവിധാനം അതിൻ്റെ സംസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി VR മോഹനൻ. തൃശൂർ INTUC ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽ പൊറ്റക്കാട്. ലിസ്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ ഇനിയും ഒരുപാട് നീട്ടാം. അവസാനത്തേതാണ് ഇപ്പോൾ ഇന്നത്തെ 5 മണിക്ക് ചേരാൻ പോകുന്ന കരുണാകരന് തന്നെ മകൾ പത്മജ വേണു.